Hello everyone. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫങ്ഷൻസ് ടോപ്പിക് കണ്ടിന്യൂ ചെയ്യും. സോ ഇന്ന് എന്താ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻ ഡിക്ലറേഷൻസ്. എങ്ങനെയൊക്കെ നമ്മൾ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെയൊക്കെ അത് കോൾ ചെയ്യാം. ലൈക്ക് ദർ ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻ ഡിക്ലറേഷൻസ്. 4 വിധത്തിൽ നമുക്ക് ഫങ്ഷനെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് നോക്കാം. സോ വിത്തൗട്ട് ആർഗ്യുമെന്റ്സ്, വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. ഒരു ടൈപ്പ് വന്നിട്ട് ആർഗ്യുമെന്റ്സ് നമുക്ക് കൊടുക്കണ്ട, റിട്ടേൺ വാല്യൂവും കൊടുക്കണ്ട, അങ്ങനെ ഒരു ടൈപ്പ് ഉണ്ട്. പിന്നെ ആർഗ്യുമെന്റ്സ് കൊടുക്കണ്ട ബട്ട് റിട്ടേൺ വാല്യൂ വേണം, അങ്ങനെയെന്ന് വെച്ചാൽ ഇത് സെക്കൻഡ് ടൈപ്പ് യൂസ് ചെയ്യാം. ഇല്ല ആർഗ്യുമെന്റ്സ് കൊടുക്കും പക്ഷെ റിട്ടേൺ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ തേർഡ് ടൈപ്പ്. ആർഗ്യുമെന്റ്സിന്റെ റിട്ടേൺ വാല്യൂ ഉണ്ട് പറഞ്ഞാൽ അത് വന്ന് ഫോർത്ത് ടൈപ്പിൽ വരും. സോ നമ്മൾ ഇതിന് ഓരോന്നായിട്ട് നമ്മൾ എക്സാമ്പിൾ നോക്കാം എങ്ങനെയാണെന്ന്. സോ ഫസ്റ്റ് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ്, വിത്തൗട്ട് റിട്ടേൺ വാല്യൂ, അതെങ്ങനെ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യണമെന്ന് വെക്കാം. സോ ഇത് ഫസ്റ്റ് ടൈപ്പ് വന്നിട്ട് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ്, വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിന് ആർഗ്യുമെന്റ്സും ഇല്ല, റിട്ടേൺ വാല്യൂ ഇല്ല. സോ റിട്ടേൺ വാല്യൂ ഇല്ലാത്ത കാരണം ഇത് വോയിഡ് ആയിരിക്കും, വോയിഡ് സം. ഓക്കെ, പാരാമീറ്റേഴ്സ് ഇല്ല, സോ ബ്രാക്കറ്റിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഡിക്ലറേഷൻ. ഇപ്പം മെയിൻ ഫംഗ്ഷൻ എഴുതാം. ഇപ്പോൾ ഞാൻ വോയിഡ് മെയിനിൽ വന്നിട്ട് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ മാത്രം ചെയ്യാം. സോ ആർഗ്യുമെന്റ്സ് ഇല്ലാത്ത കാരണം നമ്മൾ ഇവിടെ രണ്ട് വേരിയബിൾസ് വാങ്ങി ഇതിനെ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ആർഗ്യുമെന്റ്സ് കൊടുക്കാത്ത കാരണം രണ്ട് വേരിയബിൾസും രണ്ട് ആഡ് ചെയ്യാൻ പോണ നമ്പേഴ്സും നമ്മൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വാങ്ങാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഫംഗ്ഷൻ കോൾ മാത്രം ചെയ്യാം. വേണമെങ്കിൽ ഇവിടെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. കോളിംഗ് ദി സം ഫംഗ്ഷൻ. ഇതാണ് ഈ വോയിഡ് മെയിൻ ചെയ്യാൻ പോണ ഫംഗ്ഷൻ. അതായത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ സം പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു ആഡ് ചെയ്യും. അപ്പോൾ ഇപ്പൊ സമ്മിൽ എന്തുണ്ട് നോക്കാം. സോ സമ്മിൽ വന്നിട്ട് നമ്മൾ രണ്ട് വേരിയബിൾസ് വാങ്ങണം, എ കമാ ബി, scanf %d കമാ ആംപർസൻഡ് എ കമാ ആംപർസൻഡ് ബി. ഓക്കെ, ഇപ്പൊ ഞാൻ പ്രിന്റ് ചെയ്യുന്നു ഇതിന്റെ സമ്മ്. സോ %d കമാ എ പ്ലസ് ബി. ഇവിടെ ഒരു പ്രിന്റ് എഫ് കൊടുക്കാം. പ്രിന്റ് എഫ് enter two numbers. enter two numbers എന്ന് കൊടുത്താൽ ഇപ്പം നമ്മൾ ഇതിനെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, കോളിംഗ് ദ സം ഫംഗ്ഷൻ. ഇത് മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയി. ഇപ്പോൾ കൺട്രോൾ വന്നിട്ട് സം പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പോയി. ഓക്കെ, ഇപ്പോൾ സമ്മിൽ എൻ്റർ ടു നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് നമ്പേഴ്സ് കൊടുക്കണമല്ലോ. സോ 4 and 6 you get 10. അത് അവിടെ പ്രിന്റ് ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ സമ്മും ടെർമിനേറ്റ് ആയി, മെയിൻ ഫംഗ്ഷനും ടെർമിനേറ്റ് ആയി. സോ ദിസ് ഇസ് ഹൗ യു ക്യാൻ കോൾ എ ഫംഗ്ഷൻ. ഇവിടെ ഫംഗ്ഷൻ കോൾ വരണ്ടേ, ഇവിടെ ഡെഫിനിഷൻ വരണ്ടേ, ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആർഗ്യുമെന്റ്സ് നമ്മൾ കൊടുത്തിട്ടില്ല, റിട്ടേൺ വാല്യൂവും ഇല്ല, രണ്ടും ഇല്ല. സോ ഇങ്ങനെ ചെയ്യാം. ഇതിന് നമ്മൾ ഇന്നൊരു എക്സാമ്പിൾ നോക്കിയാൽ ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ അതെങ്ങനെ നോക്കാം. സോ ഫംഗ്ഷൻ നെയിം വന്നിട്ട് സ്ക്വയർ എന്ന് കൊടുക്കാം. മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് കോൾ ചെയ്യാം നമ്മൾ ഡയറക്റ്റ് ആയിട്ട്. സ്ക്വയർ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇപ്പോൾ വോയിഡ് സ്ക്വയർ. ഓക്കെ, ഞാൻ നമ്പർ വാങ്ങണം. scanf %d കമാ ആംപർസൻഡ് n. നമ്പർ വാങ്ങി. ഇപ്പോൾ പ്രിന്റ് ചെയ്യാം. Square of that %d is %d. Okay, comma n comma n star n. സ്ക്വയർ കണ്ടുപിടിക്കാനല്ലോ. സോ n star n. ഇപ്പോൾ റൺ ചെയ്ത് നോക്കിയാൽ നമ്പർ എൻട്രി ചെയ്യണം. ഞാൻ 5 എൻട്രി ചെയ്ത സ്ക്വയർ ഓഫ് 5 is 25. അടുത്ത ടൈപ്പ് വന്നിട്ട് വിത്തൗട്ട് ആർഗ്യുമെന്റ്സ് വിത്ത് റിട്ടേൺ വാല്യൂ. സോ നമ്മൾ ആർഗ്യുമെന്റ്സ് കൊടുക്കാൻ പോകുന്നില്ല, പക്ഷെ നമ്മൾ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പോകുന്നുണ്ട്. അതെങ്ങനെ നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത എക്സാമ്പിൾ തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ വിത്തൗട്ട് ആർഗ്യുമെന്റ്സും വിത്ത് റിട്ടേൺ വാല്യൂ ഇല്ലേ.
അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. സോ ആർഗ്യുമെന്റ്സ് നമുക്ക് വേണ്ട, ബട്ട് റിട്ടേൺ ചെയ്യാൻ പോകണ്ട നമ്മൾ. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ പ്രിന്റ് ചെയ്യുന്നില്ല, എനെയും ബിനെയും ഞാൻ വാങ്ങി, അത് ഇവിടെ തന്നെ വാങ്ങിയാക്കണം. കാരണം മെയിനിൽ വാങ്ങിയാൽ നമ്മൾ ആർഗ്യുമെന്റ്സ് കൊടുക്കണം മതിയാകും. സോ ആർഗ്യുമെന്റ്സ് ഇല്ലാത്ത കാരണം നമ്മൾ ഇത് സം പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇപ്പോൾ വന്നിട്ട് നമ്മൾ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പോകുന്നുണ്ട്. സോ റിട്ടേൺ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ റിട്ടേൺ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഫംഗ്ഷനിൽ മാറ്റണം. ഞാൻ ഇൻറ്റീജർ ടൈപ്പാണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. സോ റിട്ടേൺ ടൈപ്പ് ഓഫ് ദി ഫംഗ്ഷൻ ഇസ് ഇൻറ്റ്. അത് നമ്മൾ ഇവിടെയും മാറ്റണം. ഓക്കെ, ഇപ്പം ഞാൻ സമ്മിൻ്റെ വാല്യൂ ഞാൻ റിട്ടേൺ ചെയ്യാൻ പോകുന്നു. റിട്ടേൺ എ പ്ലസ് ബി. ഇപ്പം ഈ റിട്ടേൺ ചെയ്ത വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് മെയിൻ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുമ്പോൾ ഈ വാല്യൂ ഒന്ന് ഇവിടെ വരുമല്ലോ. അപ്പം അതിനെ സ്റ്റോർ ചെയ്യാൻ വന്നിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. സോ നമ്മൾ ഇൻറ്റീജർ വാല്യൂ ഒന്ന് കൊടുക്കാം. ഇപ്പം പ്രിന്റ് ചെയ്യാം. % d is the sum. ഓക്കെ, സോ ഫസ്റ്റ് വന്നിട്ട് കോളിംഗ് ദി സം ഫംഗ്ഷൻ, അതായത് വോയിഡ് മെയിനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആയി. പിന്നെ ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സോ ദ കൺട്രോൾ ഇസ് ട്രാൻസ്ഫർ ടു സം ഫംഗ്ഷൻ. അവിടെ വന്നിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് എഫ്, അത് പ്രിന്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ രണ്ട് നമ്പേഴ്സ് കൊടുക്കാം. സോ 100 ഇസ് ദ സം. ഇത് വന്നിട്ട് സം കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും ഈ വാല്യൂ പറഞ്ഞ ഈ VAL പറഞ്ഞ വേരിയബിളിൽ. അപ്പോൾ എന്നിട്ട് വേരിയബിൾ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ആ സം പ്രിന്റ് ആയി. So this is by using without arguments and with return value. ഇത് വേറൊരു ടൈപ്പ്. ഇതിൽ നമ്മൾ ഇന്നൊരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണാം. ഏരിയ ഓക്കെ, ഇവിടെ മാറ്റി, നമുക്കിത് വേണ്ട. ഓക്കെ, ഇപ്പോൾ സൈഡ് വാങ്ങണ്ടേ? സോ ഇൻറ്റ് A is the side. Scanf %d, %a. ഇപ്പം ഞാൻ ഏരിയ ഓഫ് ദി സ്ക്വയർ ഞാൻ റിട്ടേൺ ചെയ്യണമല്ലോ. സോ A സ്റ്റാർ A റിട്ടേൺ ചെയ്ത ഏരിയ ഓഫ് ദി സ്ക്വയർ നമുക്ക് കിട്ടും. കോളിംഗ് ഇപ്പം ഞാൻ നമ്പർ എൻ്റർ ചെയ്യണം. അപ്പം ഞാൻ 5 ആണ് സ്ക്വയറിൻ്റെ ഏരിയ പറഞ്ഞാൽ 25 ഇസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ. ഓക്കെ, സോ ഇത് വേറൊരു ടൈപ്പ്. ഇപ്പം നമ്മൾ വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ വിത്ത് ആർഗ്യുമെന്റ്സ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ. ഇപ്പോൾ ആർഗ്യുമെന്റ്സ് കൊടുക്കും, പക്ഷെ റിട്ടേൺ വാല്യൂ കൊടുക്കില്ല. അതെങ്ങനെ നോക്കാം. ഓക്കെ, ഇപ്പം അതേ എക്സാമ്പിൾ നമ്മൾ ആദ്യം ചെയ്ത എക്സാമ്പിൾ തന്നെ എടുക്കാം. സോ വിത്തൗട്ട് റിട്ടേൺ വാല്യൂ കാരണം നമ്മൾ വോയിഡ് സം, ഇവിടെ വന്നിട്ട് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ. സോ നമ്മൾ രണ്ട് വാല്യൂസ് കൊടുക്കാം, ഇൻറ്റ് ഇൻറ്റ്. ഓക്കെ, ഇപ്പം ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ വാല്യൂസ് വാങ്ങിയിട്ട് അതിനെ ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യാം. സോ scanf %d, %a, %b. ഇപ്പം സം പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യാം. സം ഓഫ് പാരാമീറ്റേഴ്സ് കൊടുക്കുന്ന കാരണം a, b നമ്മൾ പാസ് ചെയ്തു. ഇപ്പോൾ ഫംഗ്ഷൻ void sum int x, int y. ഇപ്പം ഞാൻ പ്രിന്റ് ചെയ്യണു സമ്മിനെ. %d is the sum, രണ്ടിനെയും ആഡ് ചെയ്ത വാല്യൂ ഇപ്പോൾ x plus y. ഓക്കെ, ഇത് റൺ ചെയ്ത് നോക്കിയാൽ ഞാൻ ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് കൊടുക്കാം. 4 + 7. സോ 11 is the sum. ഓക്കെ, അടുത്ത ടൈപ്പ് എന്താന്ന് വെച്ചാൽ വിത്ത് ആർഗ്യുമെന്റ്സ് വിത്ത് റിട്ടേൺ വാല്യൂ. സോ ആർഗ്യുമെന്റ്സും ഉണ്ട്, റിട്ടേൺ വാല്യൂവും ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാൽ ഓക്കെ, ഇത് ഓക്കെ. ഇപ്പോൾ ആർഗ്യുമെന്റ്സ് നമ്മൾ കൊടുത്തല്ലോ, ഇവിടെ നമ്മൾ റിട്ടേൺ വാല്യൂ കൊടുക്കണ കാരണം ഇൻറ്റീജർ റിട്ടേൺ ചെയ്യാം. സോ വിത്ത് ആർഗ്യുമെന്റ്സ് വിത്ത് റിട്ടേൺ വാല്യൂ ആണെങ്കിൽ റിട്ടേൺ വാല്യൂ ഉണ്ട്. സോ റിട്ടേൺ ടൈപ്പ് കൊടുക്കണം ഇൻറ്റ്. ആർഗ്യുമെന്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ചേഞ്ച് എന്താന്ന് വെച്ചാൽ നമ്മളൊരു വാല്യൂയിൽ ഇതിനെ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ റിട്ടേൺ x + y എന്ന് കൊടുത്താൽ ഈ എക്സിലും വൈയിലും വരുന്ന വാല്യൂസ് എയും ബിയും ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെ ആഡ് ചെയ്ത വാല്യൂവിനെ ഞാൻ റിട്ടേൺ ചെയ്യുന്നു. അവിടെ റിട്ടേൺ ചെയ്യുമ്പോൾ വാല്യൂ പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ആകും. അപ്പോൾ നമ്മൾ ഇതിനെ പ്രിന്റ് ചെയ്യണം. printf %d is the sum. ഓക്കെ,
value. Okay, ഇതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഇൻറ്റ് മാറ്റിയില്ല, സോറി. സോ റിട്ടേൺ ടൈപ്പ് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന കാരണം അത് ടൈപ്പ് ഇൻറ്റീജർ ആയതുകൊണ്ട് നമ്മളിവിടെ മാറ്റണം. ഇപ്പോൾ ഇപ്പം ഞാൻ 2 വാല്യൂ കൊടുക്കാം, 100 and 300. That 400 is the sum. So ഇതാണ് with arguments and with return value. So that's it for today. Thank you.